ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ, ഈ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ജനകീയനായ MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഭിമാനത്തോടുകൂടി ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ നേതാവ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ ശശി തരൂർ MP, ഡോക്ടർ ഫ്രാൻസിസ് ജോർജ് MP ഉൾപ്പെടെ ഈ വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മൾ ജനങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ ഹൃദയത്തിലേറ്റി ഈ പുതുയുഗയാത്രയിൽ പങ്കെടുക്കുക. ജനങ്ങളുടെ ഹൃദയവികാരം ഈ 10 വർഷക്കാലത്തെ ദുർഭരണം അവസാനിപ്പിച്ച് നമ്മുടെ കേരളത്തിൽ ഒരു പുതുയുഗ പിറവി ഉണ്ടാകണം എന്നാണ്. നമുക്കറിയാം, ഈ സർക്കാർ സമസ്ത മേഖലകളെയും തകർത്തിരിക്കുക. യഥാർത്ഥത്തിൽ അവർ ഇരുണ്ട യുഗം എന്ന് വിളിക്കേണ്ടത് ഈ ദശകത്തെയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നട്ടെല്ലെന്ന് പറയുന്നത് അതിന്റെ സമ്പദ്ഘടനയാണ്. കേരളം യഥാർത്ഥത്തിൽ അതിന്റെ നട്ടെല്ല് തകർന്നു കിടക്കുകയാണ്. അടുത്ത മാസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയാം, ഒരു സംശയവും വേണ്ട. പക്ഷേ പോകുന്ന പോക്കിൽ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കേരളത്തിന്റെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. കേരളത്തെ കടത്തിന്റെ കാണാകയങ്ങളിലേക്ക് ചവിട്ടിത്താഴ്ത്തിയിരിക്കുക. നമുക്കറിയുന്നതും അറിയപ്പെടാത്തതുമായ കടങ്ങൾ, ഇതെല്ലാം ഒരു സർക്കാരിന്റെ സമ്പദ് വ്യവസ്ഥ ജനങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ ജപ്തി നോട്ടീസുകൾ പ്രവഹിച്ച ഒരു കാലമുണ്ടായിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് കിട്ടാത്ത ഒരാൾ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്ന് പറയാം. എല്ലാവരുടെയും പോക്കറ്റിലുണ്ടൊരെണ്ണം. എല്ലാവരും കടക്കെണിയിലാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. 12 മാസമായിട്ട് വിട്ടുകൊടുക്കില്ല ആർക്കും 1ാം സ്ഥാനം. മാർക്കറ്റിൽ ഇടപെടില്ല. മാർക്കറ്റിൽ ഇടപെടേണ്ട സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് കോടികളാണ്. ആശുപത്രിയിൽ ചെന്നാൽ മരുന്നില്ല. മെഡിക്കൽ കോളേജിൽ പോലും മരുന്ന് പുറത്തേക്ക് എഴുതി കൊടുക്കുകയാണ് പാവപ്പെട്ടവർക്ക്. മരുന്ന് സപ്ലൈ ചെയ്യുന്നവർക്ക് കോടികളാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാനുള്ളത്. ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുമ്പോൾ 5000-ലധികം ഷെഡ്യൂളുകൾ KSRTC സാധാരണക്കാരന്റെ വാഹനമാണ്. ഇപ്പൊ അതിന് 2000-ആയി ഷെഡ്യൂള്. അത്രയും സർവീസ് കുറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഭരണം ഇരുന്നപ്പോൾ വൈദ്യുതി ബോർഡ് നമ്മളെ ലാഭത്തിലാക്കി ഇല്ലേ? ഒരു യൂണിറ്റിന് 22 പൈസ കുറച്ചു കൊടുത്തു. 2016 ലാഭത്തിലാണ് വൈദ്യുതി ബോർഡ്. ഈ 10 കൊല്ലം കഴിഞ്ഞപ്പോ വൈദ്യുതി ബോർഡിന്റെ കടം എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? 50,000 കോടി രൂപയാണ് കടം. ഇപ്പൊ തന്നെ 4 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി. 5ാമത് കൂട്ടാൻ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഇവർ ഇറങ്ങിപ്പോന്നിരിക്കുന്നത്. കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കിട്ടിയിട്ട് 19 മാസമായി. 7 ക്ഷേമനിധികൾ തകർന്നു. ജീവനക്കാർക്ക്, പെൻഷൻകാർക്ക്, അധ്യാപകർക്ക് ഈ സർക്കാർ കൊടുക്കാനുള്ളത് 1 ലക്ഷം കോടിയാണ്. എന്നിട്ടിപ്പോ പേ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കാനെന്ന്. എന്താണെന്നറിയാമോ? അവർക്കറിയാം അടുത്ത ഗവൺമെന്റ് UDF-ന്റെ ആണെന്ന്. ഈ പേ കമ്മീഷന്റെ, ശമ്പള കമ്മീഷന്റെ റിപ്പോർട്ട് വരുമ്പോ അത് നടപ്പാക്കേണ്ട ചുമതല കൂടി അടുത്ത ഗവൺമെന്റിന്റെ തലയിൽ വെച്ചിട്ടാ പോകുന്നത്. 2024 നടപ്പാക്കേണ്ടതാണ്. പോണ പോക്കിലാണ് കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത്. അറിഞ്ഞോളാം. പക്ഷേ നമ്മൾ ഇനി പ്രതിപക്ഷത്ത് മാത്രം ഇരിക്കുന്നൊരു മുന്നണിയല്ല. നമ്മൾ ജനങ്ങൾ
ആഗ്രഹം പൂർത്തീകരിച്ച് അധികാരത്തിൽ വരേണ്ട മുന്നണിയാണ്, അല്ലേ? അതുകൊണ്ട് എവിടെയെല്ലാം ഇവർ പരാജയപ്പെട്ടു അവിടെയെല്ലാം നമ്മൾ വിജയിക്കും. ഇവരെവിടെയെല്ലാം കേരളത്തെ തകർത്തോ അവിടെയെല്ലാം നമ്മൾ നമ്മുടെ കേരളത്തെ പുനർജനിപ്പിക്കും. ഇവര് തകർത്ത സമ്പദ് വ്യവസ്ഥ മികച്ച ധനകാര്യ മാനേജ്മെന്റ് കൊണ്ട്, തന്ത്രപൂർവമായ നികുതി ഭരണം കൊണ്ട്, കാർക്കശ്യം നിറഞ്ഞ നിലപാടുകൾ എടുത്ത് ഖജനാവിന്റെ ചോർച്ച തടഞ്ഞ് സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് നമ്മൾ ഇപ്പോൾ പൂച്ച പെറ്റുകിടക്കുന്ന കേരളത്തിലെ ഖജനാവ് നമ്മൾ പണം കൊണ്ട് നിറയ്ക്കും. ശ്രീ ശശി തരൂരിവിടെ പറഞ്ഞു, ഇൻവെസ്റ്റ്മെന്റ് വരണം. ഇൻവെസ്റ്റ്മെന്റ് വരും, അതിന്റെ ലാഭം നമ്മൾ ഉണ്ടാക്കും, അതുകൂടി ഖജനാവിലേക്ക് വരും. അദ്ദേഹം പറഞ്ഞതുപോലെ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആക്ട് നമ്മൾ നടപ്പാക്കും. അവർക്ക് സംരക്ഷണം കൊടുക്കും, ഗ്യാരണ്ടി കൊടുക്കും. നന്നായി നിക്ഷേപിക്കാൻ വരുന്ന ഒരാളെ എയർപോർട്ടിൽ പോയി സ്റ്റേറ്റ് കാറിൽ സ്റ്റേറ്റ് ഗസ്റ്റായി നമ്മൾ സ്വീകരിച്ചു കൊണ്ടുവരും. അവർക്ക് ഇവിടെ ആദരവുണ്ടാവും. അവരിവിടെ ഈ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യട്ടെ. നമ്മൾ ഖജനാവ് നിറഞ്ഞാൽ സാധാരണക്കാരനെയും പാവപ്പെട്ടവനെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവന്റെ സങ്കടങ്ങൾ മാറ്റി കണ്ണീരൊപ്പി അവന്റെ ജീവിത നിലവാരം ഉയർത്തി ഈ നാടിന്റെ പ്രതിച്ഛായ നമ്മൾ മാറ്റും. നമ്മൾ 1.5 കൊല്ലം മുമ്പ് പറഞ്ഞു, എന്താ പറഞ്ഞത്? ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. ശരിയായില്ലേ? ഇതെന്താണ്? കത്രിക 5 വർഷമായിട്ട് കുടുങ്ങിക്കിടക്കാണ് വായിട്ട്. അതിന് പറഞ്ഞ മറുപടി എന്താ? അല്ല, പറഞ്ഞ മറുപടി 60 വർഷമായാലും കുഴപ്പമില്ല. ഇവന്റെയൊക്കെ വയറ്റിലായിരുന്നെങ്കിലോ? കത്രിക. ഒരു കുഞ്ഞ് പാലക്കാട് നെന്മാറ ഒന്ന് വീണ് പരിക്കേറ്റു, ചെറുതായിട്ട്, ചെറിയ പരിക്കാണ്. ആശുപത്രിയിൽ ചെന്ന് ചികിത്സിച്ചപ്പോ അത് കുഴപ്പമായി ഇൻഫെക്ഷൻ വന്ന് ആ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. ആ കുഞ്ഞ് തിരിച്ചു പോരാൻ നേരത്ത് അമ്മയോട് ചോദിച്ചു, എന്റെ അമ്മേ, എന്റെ കൈ എവിടെ പോയെന്ന്. സത്യത്തിൽ അത് കേട്ടവരുടെ എല്ലാം നമ്മുടെ എല്ലാം ചങ്കു പൊട്ടിപ്പോയി. പക്ഷെ ആ കുഞ്ഞിനൊരു യന്ത്ര കൈ വെക്കാൻ പോലും തയ്യാറാകാത്ത ക്രൂരന്മാരുടെ മനസ്സുള്ളവരാണ് ഈ സർക്കാരിലിരിക്കുന്നത്. പ്രതിപക്ഷമാണ് ആ കുട്ടിയെ സഹായിച്ചത്. നിങ്ങൾ അറിയണം, ഇവർ വെന്റിലേറ്ററിൽ ആക്കി കിടത്തിയിരിക്കുന്ന ആരോഗ്യ കേരളത്തെ നമ്മൾ ആരോഗ്യവതിയാക്കി കേരളത്തിലൂടെ നടത്തും. അതിനാണ് അദ്ദേഹം പറഞ്ഞതുപോലെ ഹെൽത്ത് കമ്മീഷൻ രൂപീകരിച്ച് ഹെൽത്ത് കോൺക്ലേവ് നടത്തി 600-ലധികം ആരോഗ്യ പ്രവർത്തകരുമായി സംസാരിച്ച് നമ്മളൊരു ഡോക്യുമെന്റ് കോഴിക്കോട് പ്രകാശനം ചെയ്തു. ഞാൻ സമയക്കുറവ് മൂലം പറയുന്നില്ല. ഇന്ത്യയിൽ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ചികിത്സാ ചെലവുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഏറ്റവും കൂടുതൽ ഒന്ന്. നമ്മൾ ആ രേഖ നടപ്പാക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, ആദ്യഘട്ടത്തിൽ നമ്മുടെ ചികിത്സാ ചെലവ് പകുതിയാക്കി കുറയ്ക്കും. 2ാമത്തെ ഘട്ടത്തിൽ 1/3 കുറയ്ക്കും. ആ രേഖ കേരളത്തിൽ നടപ്പിലാകുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ലോക രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ചികിത്സ നേടി കേരളത്തിൽ എത്തുന്ന ആരോഗ്യത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി നമ്മൾ നമ്മുടെ കേരളത്തെ മാറ്റും. നമ്മളൊരു വിദ്യാഭ്യാസ രേഖ അവതരിപ്പിച്ചു. ആ വിദ്യാഭ്യാസ രേഖ നടപ്പിലാക്കും. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ കോട്ടയം ജില്ലയിലാണെന്നാണ് എന്റെ കണക്ക്. 40-50 ലക്ഷം രൂപ കിടപ്പാടം പണയപ്പെടുത്തി കുട്ടികൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നു, അല്ലേ? UDF വരുമ്പോൾ നമ്മുടെ കുട്ടികൾ ജർമ്മനിയിൽ, UK-യിൽ, കാനഡയിൽ, ഓസ്ട്രേലിയയിൽ യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കുന്ന പ്രോഗ്രാമുകൾ ഈ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ ആരംഭിക്കും. നമ്മുടെ കുട്ടികൾ അവിടെ പഠിക്കും. പഠിച്ച് പുറത്തു വരുമ്പോൾ 2 ഓപ്ഷൻ, ഒന്നുകിൽ തൊഴിൽ അല്ലെങ്കിൽ സംരംഭം തുടങ്ങാനുള്ള സഹായം. അതിനായി കേരള ചരിത്രത്തിൽ ആദ്യമായുള്ള സമഗ്രമായ ഒരു തൊഴിൽ സംരംഭ പദ്ധതി ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പായി നമ്മൾ പ്രഖ്യാപിക്കും. കോട്ടയം ജില്ല ഒരു കാർഷിക മേഖലയാണ്, തകർന്നു കിടക്കുകയാണ്. റബ്ബറിന് 250 രൂപ ആക്കാം എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവരാണ്. അവരുടെ വാക്കും പഴയ ചാക്കിനും ഇപ്പൊ ഒരേ വിലയാണ്. അതിനേക്കാൾ വില പഴയ ചാക്കിനുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമെങ്കിലും ഉണ്ട്, ഇല്ലേ?
ഇവരുടെ വാക്കിനൊരു വിലയില്ല. എന്നിട്ട് ഇവർ പ്രഖ്യാപിക്കുകയാണ് വന്യജീവി ആക്രമണം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. പരമ്പരാഗതമായ സംവിധാനങ്ങളെയും ആധുനിക സംവിധാനങ്ങളെയും കൂട്ടിയിണക്കി വന്യജീവികളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കും. കൃഷിക്ക് പ്രത്യേകമായ പാക്കേജ് ഉണ്ടാകും. ക്ഷീര കർഷകരെ വരെ ശ്രദ്ധിക്കും. വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് എഴുന്നേൽക്കുന്നവരാണ് അവർ, കഷ്ടപ്പെടുന്നവരാണ്. അവർക്ക് വരെ പ്രത്യേകമായ പരിപാടികൾ ഉണ്ടാകും. ഞങ്ങൾക്കൊരു ഡ്രീം പ്രോജക്റ്റ് ഉണ്ട്, സ്വപ്നതുല്യമായ ഒരു പദ്ധതി. കേരളത്തിന് 600 കിലോമീറ്റർ തീരപ്രദേശമാണ്, കടലാണ്. 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളുണ്ട്, ഒരു കണ്ടെയ്നർ ടെർമിനലുണ്ട്, 17 മിനി തുറമുഖങ്ങളുണ്ട്. ഇതിനെയെല്ലാം സംയോജിപ്പിച്ച് മിഷൻ സമുദ്ര എന്ന പേരിൽ നമ്മൾ കോസ്റ്റൽ ഷിപ്പിംഗ് തുടങ്ങും. ഈ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ 70% ഇതിന്റെ 1/4 ചെലവിൽ കടലിലൂടെ പോകും. 2ാം ഘട്ടത്തിൽ ക്രൂയിസ് ഷിപ്പിംഗ്, നമ്മുടെ പാസഞ്ചേഴ്സ് വരും. 3ാം ഘട്ടത്തിൽ നദികളുമായി സംയോജിച്ച വിശദമായ ടൂറിസം പദ്ധതി. സിംഗപ്പൂർ പോലെ, സിയാറ്റിൽ പോലെ കേരളത്തിനെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള UDFന്റെ സ്വപ്ന പദ്ധതി. അത് തയ്യാറാക്കിയ അന്താരാഷ്ട്ര വിദഗ്ധർ, മാരിടൈം എക്സ്പേർട്സ്, ഷിപ്പിംഗ് എക്സ്പേർട്സ് പറഞ്ഞത് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കാൻ കേരളം പോലെ മനോഹരമായ ഒരു പ്രദേശം ലോകത്തെങ്ങുമില്ല എന്നാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാന്യനായ ഡോക്ടർ ശശി തരൂർ, അദ്ദേഹം അന്താരാഷ്ട്ര വീക്ഷണമുള്ള ഒരാളാണ്, ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരാളാണ്, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണകളുള്ള ഒരാളാണ്. തീർച്ചയായും ഞങ്ങളുടെ ഒരു മെന്ററായി, ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന ഒരാളായി അദ്ദേഹം നമ്മുടെ മുൻപന്തിയിൽ ഉണ്ടാകും എന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അത് ഈ കേരളത്തിന്റെ മാറ്റത്തിന് വേണ്ടി ഞങ്ങൾ പ്രയോജനപ്പെടുത്തും. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി, ആഹ്ലാദത്തോടു കൂടി പറയുന്നു, അങ്ങയെ കേരളം ഉപയോഗിക്കുക തന്നെ ചെയ്യും. കേരളം അങ്ങയെ ഉപയോഗിക്കും. കേരളത്തിന് അങ്ങയെ വേണം, അങ്ങയുടെ നിർദ്ദേശങ്ങൾ വേണം. അദ്ദേഹവും അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളും കൂടി ഈ കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കും. നമുക്ക് എത്രയോ മലയാളികളുണ്ട് ലോകത്ത്, വിദഗ്ധരായ ആളുകൾ ഓരോ ഫീൽഡിലും. അവരെ എല്ലാം കൊണ്ടുവരാനും അവരുടെ ഉപദേശങ്ങൾ കേൾക്കാനും എല്ലാം അതിന് അദ്ദേഹം മുൻപന്തിയിൽ ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് എന്ന് ഞാൻ സന്തോഷത്തോടെ പറയുന്നു. ഒരുപാട് പദ്ധതികളുണ്ട്, എല്ലാം പറയുന്നില്ല, കാരണം കുറച്ച് സസ്പെൻസ് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്യുന്നത് വർഗീയതയാണ്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും. സംഘപരിവാറിന് ഒറ്റ പ്രശ്നമുള്ളൂ, നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്, അവർക്ക് വിഷമം വരും. അപ്പോൾ അവർ നമ്മളെ ഭിന്നിപ്പിക്കും, നമ്മളെ ശത്രുക്കളാക്കും. അപ്പോഴാണ് അവർക്ക് സമാധാനം ഉണ്ടാവുന്നത്. എന്റെ സങ്കടം, സംഘപരിവാറിന്റെ അതേ പാതയിൽ കേരളത്തിലെ CPM സഞ്ചരിക്കുന്നു. ഡൽഹിയിലെ ചേട്ടൻ ബാവയും തിരുവനന്തപുരത്തെ അനിയൻ ബാവയും ഒരേ തോണിയിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഒരു തീപ്പൊരി വീണാൽ ആളിക്കത്തിക്കാൻ കാത്തിരിക്കുന്ന വർഗീയവാദികളുണ്ട്. അവരുടെ കൈകളിലേക്ക് തീപ്പന്തം എറിഞ്ഞു കൊടുക്കുകയാണ് CPM ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഭയപ്പെടേണ്ട, UDF ഉണ്ട്, UDFിനൊരു നിലപാടുണ്ട്. ഒരാളും വർഗീയത പറയണ്ട, ന്യൂനപക്ഷ വർഗീയതയും പറയണ്ട, ഭൂരിപക്ഷ വർഗീയതയും പറയണ്ട. ആര് പറഞ്ഞാലും ഞങ്ങൾ എതിർക്കും. ഏത് കൊല കൊമ്പം പറഞ്ഞാലും എതിർക്കും. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതിലൊക്കെ ഇളക്കം വരും, നമ്മൾ ഇളകില്ല. നമ്മൾ അപ്പനും പറയും, 4 വോട്ട് കിട്ടാൻ വേണ്ടി കോംപ്രമൈസ് ചെയ്യില്ല ഒരു കാരണവശാലും. പിന്നെ ചിലപ്പോൾ ചില ആളുകൾ വന്ന് അങ്ങനെ ചെയ്ത് കളയും, ഇങ്ങനെ ചെയ്ത് കളയും എന്ന് പറയും. അതൊക്കെ കയ്യിൽ വെച്ചേക്കാൻ പറയും. വർഗീയത പറയാൻ നിൽക്കണ്ടെന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ, പിണറായി വിജയനും VD സതീശനും ഇവിടെ ഇരിക്കുന്നവരൊക്കെ കുറച്ചാളുകൂടെ ഉണ്ടാവുള്ളൂ. പിന്നെ ഓർമ്മയാവും, ചിലപ്പോൾ ഓർമ്മ പോലും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ കേരളം ഉണ്ടാകും. നമ്മുടെ കുഞ്ഞുങ്ങളും അവരുടെ മക്കളുമുള്ള ഈ കേരളത്തിൽ അവരെ സൗഹാർദ്ദത്തോട് ജീവിക്കാൻ ആരെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ സമ്മതിക്കില്ല. എന്നോട് കുറെ പേര് ചോദിച്ചു, എന്തിനാണ് ഇത്ര കട്ടിക്ക് പറയുന്നത്? ഞാൻ കരുതുന്നത്, മതേതര കേരളം ഇരുകൈകളും നീട്ടി നമ്മുടെ മതേതര നിലപാടിനെ അവരുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും.
ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ കേരളം തലയെടുപ്പോടുകൂടി ഈ രാജ്യത്തിന്റെ മുന്നിൽ നിന്ന് പറയും, ദേ ഇതാണ് മതേതര കേരളം എന്ന് പറയും. നമുക്ക് വർഗീയത വേണ്ട, നമുക്ക് നമ്മുടെ നാടിന്റെ ഭാവിയെ പറ്റി, കുഞ്ഞുങ്ങളെ പറ്റിയൊക്കെ ചർച്ച ചെയ്യാം. CPM എങ്ങോട്ടാണ് പോകുന്നത്? കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ്. കിട്ടിയിട്ടും മതി വരാതെ ഇപ്പോ സ്വന്തം രക്തസാക്ഷികളുടെ പേരിലും തട്ടിപ്പടുത്താം. ഇപ്പൊ രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് CPM-ന് ലോട്ടറി അടിക്കുന്ന പോലെയാണ്, ബമ്പർ. അപ്പൊ പിരിവ് തുടങ്ങിയ അതിനെക്കുറിച്ചുള്ള വിവാദമാണ് കേരളം മുഴുവൻ. ശബരിമലയിലോ? ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച 3 ഉന്നതരായ നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ്. സ്വർണം മാത്രമല്ല, അയ്യപ്പന്റെ ശ്രീകോവിലിന് മുന്നിലുള്ള അതിമനോഹരമായ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പം CPM നേതാക്കൾ കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റു, കോടികൾക്ക്. അയാളെ പറ്റിച്ചു. അയാളോട് ഇത് കള്ള മുതലാന്ന് പറഞ്ഞിട്ടില്ല. കോടതി പറയാണ് 2019 മുതൽ ഈ കളവ് തുടങ്ങിയതാണ്. കട്ടളപ്പടിയും വാതിലും ഒക്കെ അടിച്ചു മാറ്റി. ആരും അറിഞ്ഞില്ലെങ്കിൽ കള്ളന്മാരെന്ത് ചെയ്യും? വീണ്ടും കക്കും. 2024 ആയപ്പോ കോടതി പറയാ വീണ്ടും കക്കാൻ ഇറങ്ങി. ഫേക്ക് അർജൻസി ഉണ്ടാക്കി. വ്യാജമായ അടിയന്തര ആവശ്യം. എന്താ? ഇപ്പൊ സ്വർണം പൂശണം എന്ന് വെച്ചാൽ ഇപ്പൊ കക്കണമെന്ന. വീണ്ടും കോടതി ഇടപെട്ടു. മറ്റേ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി വിറ്റല്ലോ, അതിന് പകരം നിങ്ങൾ അറിയണം, CPM നേതാക്കൾ അറിവോടുകൂടി ഒരു ചെമ്പിൽ വ്യാജ മോൾഡ് ഉണ്ടാക്കി, വേറെ മോൾഡ് ഇതേപോലെ. എന്നിട്ട് അതിലാണ് എന്തോ പൂശിക്കൊണ്ട് ഇപ്പൊ അവിടെ വെച്ചേക്കണം. വ്യാജൻ. കോടതിയാ പറഞ്ഞത് വ്യാജനാണ് ഇപ്പൊ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ കോടതി ഇടപെട്ടത് കൊണ്ട് കക്കാൻ പറ്റിയില്ല. വീണ്ടും ഞാൻ കരുതുന്നത് സാക്ഷാൽ അയ്യപ്പൻ തന്നെ ഇടപെട്ടെന്ന. കാരണം അയ്യപ്പന് മനസ്സിലായില്ലെങ്കിൽ അയ്യപ്പന്റെ തങ്ക വിഗ്രഹം കൂടി ഇവന്മാരെ അടിച്ചു മാറ്റുക. അത് കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ പിണറായി വിജയന് പെട്ടെന്നൊരു അയ്യപ്പ ഭക്തി. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇതെന്തായി കേൾക്കുന്നത്? അയ്യപ്പനേക്കാൾ വലിയ പടം മുഖ്യമന്ത്രിയുടെ ആഗോള അയ്യപ്പ സംഗമം. ദേ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് മനസ്സിലായത് ഭയങ്കര തട്ടിപ്പായിരുന്നു. കണക്ക് തമ്മിൽ ചേരുന്നില്ല. 600 പേര് പങ്കെടുത്ത പരിപാടിക്ക് ചെലവായത് എത്രയെന്നറിയോ? 12 കോടി രൂപ. 600 പേര് പങ്കെടുത്ത പരിപാടിക്ക് രാവിലത്തെ ഭക്ഷണം കൊടുത്തതിന്റെ കണക്ക് എത്രയെന്നറിയാം? ബ്രേക്ക്ഫാസ്റ്റ് 3000 പേർക്ക്, ലഞ്ച് 4000 പേർക്ക്, ഡിന്നർ 5000 പേർക്ക്. അവിടെ കൊടുന്ന കിടക്ക വരെ അടിച്ചു മാറ്റി. നന്ദഗോപ ഭജന സംഘം അവിടെ ഗാനമേള അവതരിപ്പിച്ചു. 8 ലക്ഷം രൂപ എഴുതിയെടുത്തു. ഗാനമേള ട്രൂപ്പ് പറയണത് ഞങ്ങൾ ആ പരിസരത്തേക്ക് പോയിട്ടില്ലാന്ന്. അതും അടിച്ചു മാറ്റി. അപ്പൊ ഞാൻ ഫിൽസറോടൊക്കെ തമാശ പറഞ്ഞു. അതായത് തമാശയല്ല, കൊല്ലം കോർപ്പറേഷൻ CPM ഭരിക്കുക നേരത്തെ, ഇപ്പൊ നമ്മളാ ഭരിക്കുന്നത്. അവരൊരു ഫെസ്റ്റിവൽ നടത്തി. ഫെസ്റ്റിവലിന് കുതിരയെ കൊണ്ടുവന്നതിന് ഒരു കണക്കുണ്ടാക്കി. കുതിര വാഹനത്തിലല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ കൊണ്ടുവന്ന വാഹനത്തിന്റെ വൗച്ചർ എഴുതി കൊടുത്തു. അപ്പൊ വൗച്ചറിൽ കുതിരയെ കൊണ്ടുവന്ന വാഹനത്തിന്റെ നമ്പർ എഴുതണം. നമ്പർ എഴുതി. സർ ഓഡിറ്റുകാർ പിടിച്ചപ്പോ എന്താണെന്നറിയാമോ? കുതിരയെ കൊണ്ടുവന്ന വാഹനം ഏതാണെന്നറിയോ? മാരുതി 800. മാരുതി 800-ൽ കുതിരയെ കൊണ്ടുവന്ന വിദ്വാൻമാരാണ് ഈ അയ്യപ്പന്റെ പൈസ മുഴുവൻ അടിച്ചു മാറ്റിയത്. ഇവിടെ അയ്യപ്പന്റെ സ്വർണവും അവിടുത്തെ ദ്വാരപാലക ശില്പം അടിച്ചു മാറ്റാമെങ്കിൽ പിന്നെ കേരളത്തിൽ ഇവരെന്താ അടിച്ചു മാറ്റാത്തത്? ഇപ്പൊ പ്രഖ്യാപനങ്ങളാണ്. പ്രഖ്യാപനം. പൂച്ച പെറ്റിയടക്കുന്ന ഖജനാവ് വെച്ചുകൊണ്ട പ്രഖ്യാപനം. ഞങ്ങൾ ഇടുക്കിന്നാ വരുന്നത്. പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞ ഇലക്ഷനിൽ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 18,000 കോടിയുടെ പാക്കേജ് ഇടുക്കിക്ക്. ഇടുക്കി ഇപ്പൊ ദുബായി ആയത്. ഇപ്പൊ ഞങ്ങൾ എഴുതി ചോദിച്ചു നിയമസഭയിൽ എത്ര ചെലവാക്കി? 20 കോടി താഴെ. വെറുതെ വർത്തമാനമാണ്. 2021-ൽ അവരൊരു വാക്ക് വെച്ചു. 1600 രൂപയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2500 ആക്കും. അല്ലെ? കുറെ പാവങ്ങൾ അവർക്ക് വോട്ട് ചെയ്തു. 5 കൊല്ലോണ് ഭരണം. 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിയില്ല. കൂട്ടിയോ? ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കൂട്ടി 400 രൂപ. അപ്പൊ നമ്മൾ പറഞ്ഞു മലയാളിയാണ്, മലയാളിയുടെ സാമാന്യ ബുദ്ധിയെ പരീക്ഷിക്കരുത്. മലയാളി എന്ത് ചെയ്തു? ആ 400 രൂപ മേടിച്ച് പോക്കറ്റിലിട്ട് എന്നിട്ട് നേരെ പോയി പോളിംഗ് ബൂത്തിൽ പോയി UDF വോട്ട് ചെയ്തു. അപ്പൊ നമ്മുടെ മണി സഖാവ്, എല്ലാവരെയും ചീത്ത വിളിക്കുന്ന ആള്, പൊട്ടിത്തെറിച്ചു. കൊള്ളരുതാത്തവന്മാര്, ആര്? വോട്ടർമാര്. അവന്മാര് നമ്മുടെ കാശും മേടിച്ച് പുട്ടടിച്ച് UDF വോട്ട് ചെയ്തെന്നു.
ഞാൻ പറഞ്ഞു, മണിസഖാവെ, അവര് കൊള്ളരുതാത്തവരല്ല, അവര് നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവരാണ്. നിങ്ങൾ 5 വർഷം പെൻഷൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് 2 മാസം കൊടുത്തുള്ളൂ. അവർക്കറിയാം അടുത്ത 5 കൊല്ലത്തേക്ക് അവർക്ക് പെൻഷൻ കൊടുക്കേണ്ടത് UDF സർക്കാരാണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധ്യം അവർക്കുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവർ വോട്ട് ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ പ്രഖ്യാപനങ്ങളായിട്ട് വരരുത്. നിങ്ങളുടെ പ്രഖ്യാപനത്തിന് ഒരു വിലയുമില്ല, ആരും വിശ്വസിക്കില്ല. നിങ്ങൾ ഈ നാടിനെ മുടിപ്പിച്ചിട്ടാണ് പോകുന്നത്. ഈ കേരളത്തിനൊരു മാറ്റമുണ്ടാകും. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, നമ്മുടെ UDF, ടീം UDF 100-ലധികം സീറ്റുമായി കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു. കോട്ടയം ജില്ലയിൽ മിന്നുന്ന പ്രകടനം ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ നടന്നതിനേക്കാൾ ഗംഭീരമായ മിന്നുന്ന പ്രകടനം. ഒറ്റ സീറ്റ് വിട്ടുകൊടുക്കരുത്, ഒറ്റ സീറ്റ്. ഞാൻ പറയുന്നത്, ഞാൻ എറണാകുളം ജില്ലയാണ്. 14-ൽ 14 ജയിക്കും എറണാകുളത്ത്. ഇടുക്കിയിൽ 5-ൽ 5 ജയിക്കും. പത്തനംതിട്ടയിൽ 5-ൽ 5 ജയിക്കും. മധ്യ കേരളമാണ് കോട്ടയം. ഒറ്റ സീറ്റ് വിട്ടുകൊടുക്കരുത്. അത് നിങ്ങളെ ചുമതലപ്പെടുത്തുന്നു. പോരാളികളെ പോലെ പ്രവർത്തിച്ച് ഇത് മഹായുദ്ധമാണ്. ഞാനും നിങ്ങളുമെല്ലാം പോരാളികളാണ്. ഈ UDFന്റെ തിരിച്ചുവരവിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യണം. ഇവിടെ പ്രിയപ്പെട്ട ശ്രീ സുരേഷിന്റെ നേതൃത്വത്തിൽ CSDS ഇന്ന് അവർ പ്രമേയം പാസാക്കി നമ്മുടെ കൂടെ കടന്നു വന്നിരിക്കുകയാണ്. ഞാൻ സുരേഷിനെയും സഹപ്രവർത്തകരെയും അഭിവാദ്യങ്ങളോടെ സ്വീകരിക്കുന്നു. അവരുടെ സമ്മേളനത്തിൽ നമ്മളൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വിഷമം അനുഭവിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് അവർ. അവർക്ക് പ്രത്യേകമായ സംരക്ഷണം, അവര് ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് പ്രയാസങ്ങളും അനുഭവിക്കുന്ന ജനവിഭാഗമാണ്. അവരെ ചേർത്തു നിർത്തും UDF. ഈ കോട്ടയത്തെ ചരിത്രമുറങ്ങുന്ന തിരുനക്കര മൈതാനത്തിൽ വെച്ച് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ CSDSന് വാക്ക് നൽകുന്നു. അവര് മുന്നോട്ട് വെച്ച ആശയങ്ങൾ തീർച്ചയായും അതിന് പരിഹാരമുണ്ടാക്കും. അവരുടെ ഇന്നത്തെ പ്രമേയം അതൊരു ചരിത്ര പ്രമേയമായി മാറും. ഭാവിയിൽ അടയാളപ്പെടുത്താൻ പോകുന്ന ചരിത്രമായി അത് മാറും. നിങ്ങൾ നൽകിയ ഈ ഉജ്ജ്വലമായ സ്വീകരണത്തിന് നന്ദി പറയാൻ വാക്കുകളില്ലാതെ ഞാൻ നിർത്തുന്നു.